കണ്ണൂർ പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ CPMകാർ കുറ്റക്കാരാണെന്ന് കോടതി. CPMകാരായ TCB നന്ദകുമാർ, VK നിഷാദ് എന്നിവരാണ് പ്രതികൾ. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നാളെ പ്രതികളുടെ ശിക്ഷ വിധിക്കും. BJP പ്രവർത്തകനായ CK രാമചന്ദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് നന്ദകുമാർ. VK നിഷാദ് പയ്യന്നൂർ നഗരസഭയിൽ 48ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയുമാണ്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ, പറയൂ. കണ്ണൂർ പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ CPMകാർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. CPMകാരായ TCB നന്ദകുമാർ, VK നിഷാദ് എന്നിവരാണ് പ്രതികൾ. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നാളെ പ്രതികളുടെ ശിക്ഷ വിധിക്കും. മിഥുൻ പിള്ള ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, കൃഷ്ണരാജ്, 2012 ഓഗസ്റ്റ് 1 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അന്നത്തെ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജനെ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ വലിയ സംഘർഷങ്ങൾ ഉടലെടുത്തിരുന്നു. ആ സംഘർഷങ്ങളുടെ ഭാഗമായി വാഹനത്തിൽ പോവുകയായിരുന്ന SI, അതുപോലെ തന്നെ അഡീഷണൽ SI എന്നിവർ സഞ്ചരിച്ച പോലീസ് വാഹനത്തിന് നേരെയാണ് CPM കടന്ന് ബോംബ് എറിഞ്ഞത്. ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോടതി പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കേസിൽ TCB നന്ദകുമാർ, അതുപോലെ തന്നെ VK നിഷാദ് എന്നീ CPM പ്രവർത്തകരെയാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് TCB നന്ദകുമാർ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പയ്യന്നൂരിൽ BJP പ്രവർത്തകനായ CK രാമചന്ദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ്. ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട രണ്ടാം പ്രതിയായ VK നിഷാദ് ഒന്നാം പ്രതിയാണ്. VK നിഷാദ് അവിടെ 46ാം വാർഡിൽ, പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ 46ാം വാർഡിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുമുണ്ട്. ശിക്ഷ കോടതി വിചാരണ നടക്കുന്ന സമയത്ത് അയാൾ മറ്റു കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തിയ അടിസ്ഥാനത്തിലേക്ക് മത്സരിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ ശിക്ഷ സ്റ്റേ ചെയ്തിട്ടില്ലെങ്കിൽ, തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ആ സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഏതായാലും ഈ കേസിന്റെ വിധി പറയുന്നതെന്ന് പയ്യന്നൂർ MLA ആയ TA മധുസൂദൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കോടതിയിൽ എത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ പ്രതികൾക്ക് നേരെയുണ്ടായ ബോംബെറിഞ്ഞ കേസുകളുണ്ട്. ആ കേസുകൾ സംസ്ഥാന സർക്കാർ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ കേസ് പിൻവലിച്ചതിനെതിരെ ജഡ്ജി രൂക്ഷ വിമർശനം ഉയർത്തുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണരാജ്, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള.